ഞാൻ ആഷിഖ് ഡാനി. കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ് സാധാരണ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. 14 വർഷമായിട്ട് ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു കോഡിംഗ് ഡെവലപ്മെൻറ്റ്സ് ആ ഭാഗങ്ങളിലൊന്നും പെട്ട ആളല്ല. പക്ഷേ ഞാൻ എപ്പോഴും പഠിക്കാൻ തയ്യാറാവലുണ്ട്. ഞാൻ പുതിയ അറിവുകൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ തയ്യാറാവലുണ്ട്. മറ്റൊരാൾ പറയുമ്പോൾ അതിനെ കേൾക്കാൻ തയ്യാറാവലുണ്ട്. നിങ്ങളും ബിസിനസ്സിൽ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ബിസിനസ്സിനെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എയുടെ കാലഘട്ടമാണ് അല്ലേ. എയുടെ കാലഘട്ടമാകുമ്പോൾ നമ്മൾ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ നിന്നാൽ ഒരു പരിധി വിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് കഴിഞ്ഞ ഒരു 15 വർഷത്തെ ബിസിനസ് ഗ്രോത്ത് വരുന്ന 2 വർഷം കൊണ്ട് സംഭവിക്കുന്ന അത്രയ്ക്കും ഗ്രോത്തിലാണ് എയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ChatGPT പോലെയുള്ള മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നമ്മുടെ ബിസിനസ്സിനൊക്കെ എഫക്റ്റ് ചെയ്യും, AI അടക്കം. അപ്പോൾ പരമ്പരാഗത ബിസിനസ് ചെയ്യുന്ന ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോപ്പുകളിൽ B2B ബിസിനസ് ചെയ്യുന്നുണ്ട്, B2C ബിസിനസ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ശരിക്ക് കസ്റ്റമർ റിലേഷനാണ്, അല്ലെങ്കിൽ കസ്റ്റമർ മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ ഇഷ്യൂ, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഈ ഇഷ്യൂ പല ബിസിനസ്സുകാരും, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പല ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നിങ്ങളൊന്ന് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരു 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 തരത്തിൽ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പാർട്ട് സ്റ്റാഫുകളാണ്. സ്റ്റാഫുകൾ പെർഫെക്റ്റ് ആയാൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന സ്റ്റാഫുകൾ നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഒരു 10 ഇരട്ടി വലുതാവും അല്ലേ, ഒരു 10 ഇരട്ടി ഗ്രോത്തിലേക്ക് പോകും. കാരണം എന്താ, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. പകരം അവരുടേതായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് വേറൊരു തരത്തിലേക്ക് പോകാം. ഇതിൻ്റെ കാരണക്കാർ അവരല്ല, സത്യത്തിൽ നമ്മളാണ്. കാരണം അവരെ ഏത് രൂപത്തിൽ ട്രെയിൻ ചെയ്തെടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ സംഭവിക്കുക, സ്റ്റാഫുകൾ വരും, നമ്മുടെ ഇടയിൽ കിടന്ന് അവർ പഠിച്ചു വളരും. അതായത് ഒരു പ്രത്യേക സിസ്റ്റമോ മെത്തേഡോ അവരുടെ ജോബ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവില്ല. പകരം അവർ സ്വമേധയാ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ചിലപ്പോൾ അത് ഫെയിലിയർ ആവാം. അപ്പോൾ നമ്മൾ നാളെ അവരെ പഴിച്ചു വരും, അല്ലെങ്കിൽ അവർ നമ്മളെ പഴിച്ചു വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ ഒരു 14 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയൊരു പാഠം, സ്റ്റാഫുകൾ മോശമായാലും അവർ പെർഫെക്റ്റ് ആയാലും അതിൻ്റെ 100% ഉത്തരവാദിത്വം ഓണേഴ്സിനാണ്. കാരണം നമ്മുടെ ഒരു കൺസെപ്റ്റാണ് ഈ ബിസിനസ്, നമ്മുടെ ഒരു പ്ലാനിങ് ആണ് ബിസിനസ്. നമ്മുടെ പ്ലാനിനപ്പുറത്തേക്ക് ബിസിനസ് എവിടേക്കും പോകുന്നില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് മാനേജ്മെൻറ്റ്, സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, സ്റ്റാഫുകൾ അവരുടെ കഴിവിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല നമുക്കാണ്. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫേസ് ചെയ്ത വളരെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, കസ്റ്റമറെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു 100 കസ്റ്റമർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കുറേ കസ്റ്റമർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, നിലവിൽ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല, ഒരു തവണയെങ്കിലും നമ്മളേക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ എടുത്ത ആൾ പിന്നീട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിക, അവരെ റിട്ടൻഷൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർ നമ്മളെ റെഫർ ചെയ്യുന്ന രൂപത്തിലേക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കസ്റ്റമേഴ്സിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കസ്റ്റമർ ഹാപ്പിയാണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർ ഹാപ്പിയാണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പോൾ അതെങ്ങനെ നോക്കും? എൻ്റെ ബിസിനസ്സിൽ ഞാനൊരു പ്രോപ്പർ സംവിധാനം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതായത് ഞാൻ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് സംവിധാനം സെറ്റ് ചെയ്തു. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് എടുക്കുക. കസ്റ്റമർ ഫീഡ്ബാക്ക് മാത്രമായിട്ടല്ല, എൻ്റെ ഒരു സ്റ്റാഫ് ഒരു കസ്റ്റമർക്ക് ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർവീസിന് എഗെയിൻസ്റ്റ് കസ്റ്റമർക്ക് സ്റ്റാഫിനെ റിവ്യൂ ചെയ്യാം. 1 മുതൽ 5 വരെയുള്ള സ്റ്റാറുകൾ നൽകാം. 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഇങ്ങനെ അവനക്ക് സർവീസിൻ്റെ പെർഫെക്ഷൻ അനുസരിച്ച് നമുക്ക് റേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 10ഓ 20ഓ സ്റ്റാഫുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 സ്റ്റാഫുകളുണ്ടെങ്കിൽ, ഇതിൽ ആരാണ് ബെസ്റ്റ് എന്നുള്ളത് കസ്റ്റമർ തീരുമാനിക്കും. ഇങ്ങനെ ഒരു സിസ്റ്റം ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കസ്റ്റമേഴ്സിന് സ്റ്റാഫുകളെ റേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവൽ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊരു സിസ്റ്റം നമ്മളെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്
ഇങ്ങനെയൊരു സംവിധാനം നടക്കുന്നുണ്ടെന്നത് സ്റ്റാഫുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ തുടങ്ങി. അവർ കസ്റ്റമറെ ഹാപ്പിയാക്കാൻ തുടങ്ങി. കസ്റ്റമറോട് പുഞ്ചിരിക്കാൻ തുടങ്ങി. അത് ബിസിനസ്സിനെ നല്ല മാറ്റങ്ങളിലേക്ക് വരുത്തും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് കസ്റ്റമർ ഭാഗത്തു നിന്ന് നമുക്ക് രണ്ടാമതായി കിട്ടുന്നൊരു ബെനിഫിറ്റ് അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലപ്പുറത്തേക്ക് അവരുടെ ഓൺ വോയിസിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും. അവരുടെ ഓൺ വോയിസിൽ അവർക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്ത് സ്റ്റാഫിനെ റിവ്യൂ ചെയ്യാം. അതിലപ്പുറത്തേക്ക് അവർക്ക് ഓൺ വോയിസിൽ സംസാരിക്കാൻ പറ്റും. ഞാൻ ഇന്നൊരു സർവീസിന് അവിടെ വന്നു, പക്ഷേ എനിക്ക് വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സ്റ്റാഫ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇനി അതല്ല, ആ ഒരു സർവീസ് മോശമായി പോയാൽ ആ സർവീസ് മോശമായിരുന്നു എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും. ഇത് ബാക്ക് എൻഡിൽ ഓണർക്ക് ലഭിക്കുന്നു. ഇതിനനുസരിച്ച് സ്റ്റാഫുകളെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാനും അവരെ മോഡിഫൈ ചെയ്തെടുക്കാനും സാധിക്കും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളതിനൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യണം. നമ്മൾ ആ സ്ഥാപനത്തിൽ ഇല്ലയെന്ന് വിചാരിക്കുക, ഇല്ലാത്തൊരു സമയം. ഒരുപാട് സ്ഥാപനങ്ങളിലെ ആളുകൾ സ്ഥാപനത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൊരു പ്രോപ്പർ സംവിധാനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ വർക്ക് ചെയ്തോളും അല്ലേ. അപ്പോൾ സ്റ്റാഫുകൾക്കും അറിയാം ഇങ്ങനെയൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കസ്റ്റമർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തൊരു സ്ഥാപനം, കസ്റ്റമർ എവിടെ ഹാപ്പി ആവുക? അവരെ കേൾക്കാൻ തയ്യാറാവുന്ന സ്ഥലത്താണ്. നമ്മൾ പല സമയത്തും പല സ്ഥാപനങ്ങളിലും പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കലുണ്ട് അല്ലേ, അവിടെ നിന്നൊരു മോശപ്പെട്ട അനുഭവം നമുക്കുണ്ടായാൽ ഇത് ഒന്ന് അറിയിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മാറ്റം വരുത്തണം നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് പിന്നെ പോകാതിരിക്കും. ഇത് നമ്മുടെ സ്ഥാപനത്തിലും സംഭവിക്കുന്നുണ്ടാവില്ലേ? ഒരുപാട് കസ്റ്റമർ വരുന്നു പോകുന്നു. ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കസ്റ്റമർ നഷ്ടപ്പെടുമ്പോൾ വലിയൊരു നഷ്ടമാണ് ഓണർക്ക് വരുന്നത്. സ്റ്റാഫിൻ്റെ സ്വഭാവത്തിലോ അവൻ്റെ ആ ദിവസത്തിലുള്ള ചെറിയൊരു ഒരു മൈൻഡ് സെറ്റ് പോലും അവൻ കസ്റ്റമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യും. അവന് ചെറിയൊരു പ്രശ്നം, ഒരു ഫിനാൻഷ്യൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും അത് കസ്റ്റമർ എടുത്ത് വരും. അത് കസ്റ്റമർ നഷ്ടപ്പെടാൻ സാധ്യത വരും. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു കസ്റ്റമറായിരിക്കും ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ സംവിധാനം സെറ്റ് ചെയ്യുക, സ്റ്റാഫുകൾക്ക് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യാം. നമ്മൾ ഓരോ മേഖലയിലും ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് സംവിധാനങ്ങൾ സെറ്റ് ചെയ്യാം, സിസ്റ്റം ജനറേറ്റ് ചെയ്യണം. ഞാൻ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിലാദ്യം ചെയ്യേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അതിന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ടൂളിനെ പരിചയപ്പെടുത്താം. സ്റ്റാർ ജോബ് എന്ന് പറയുന്നൊരു ടൂളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇത് വളരെ സിമ്പിളായിട്ട് കസ്റ്റമർക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സ്റ്റാഫുകളെ റിവ്യൂ ചെയ്യാനും വോയിസിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറ്റും. നമുക്ക് അതിനനുസരിച്ച് ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കസ്റ്റമറെ സാറ്റിസ്ഫൈഡായി നിലനിർത്താൻ നമുക്ക് പറ്റും. സ്റ്റാർ ജോബിക്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിൻറ്റ് സിസ്റ്റമാണ്. മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കസ്റ്റമറെ ഹാപ്പിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവാർഡ് സംവിധാനം എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിൽ തന്നെ റിവാർഡ് പോയിൻറ്റുകൾ ലഭിക്കുന്നു, പിന്നീട് റെഡീം ചെയ്യാം. ഇവിടെ എവിടുന്ന് ലഭിച്ച റിവാർഡ് പോയിൻറ്റുകളും ഒറ്റ വാലറ്റിലേക്ക് വന്ന് കിടക്കും കസ്റ്റമേഴ്സിന്. ആ വന്ന് കിടക്കുന്ന റിവാർഡ് പോയിൻറ്റുകൾ ജോബുക്കുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് സ്ഥാപനങ്ങളിലും റെഡീം ചെയ്യാൻ പറ്റും. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ്. മാത്രമല്ല, എൻ്റെ അടുത്തൊരു 100 പോയിൻ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ വാലറ്റിലേക്ക് എനിക്ക് വളരെ സിമ്പിളായിട്ട് മൊബൈൽ നമ്പർ അടിച്ചിട്ടോ മെയിൽ ID അടിച്ചിട്ടോ എനിക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടി ബ്രാൻഡ് റിവാർഡ് പോയിൻറ്റ് സംവിധാനം. റിവാർഡ് കസ്റ്റമേഴ്സിനാണ് സാധാരണ കൊടുക്കൽ. ഇവിടെ സ്റ്റാഫുകൾക്കും സെറ്റ് ചെയ്ത് വെക്കാം. റിവാർഡ് പോയിൻറ്റ് ഇപ്പോൾ 5 സ്റ്റാറിന് ഇത്ര റിവാർഡ് പോയിൻറ്റ്, കസ്റ്റമർ 5 സ്റ്റാർ നൽകിയ ഇത്ര റിവാർഡ് പോയിൻറ്റ് ഓട്ടോമാറ്റിക് കിട്ടും. 4 സ്റ്റാറിന് ഇത്ര കിട്ടും, 3 സ്റ്റാറിന് ഇത്ര കിട്ടും, 1 സ്റ്റാറിന് ഇത്ര കിട്ടും എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് ഓരോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അവരുടെ വാലറ്റിലേക്ക് കിട്ടും, സ്റ്റാഫുകൾക്ക് അവരുടെ വാലറ്റിലേക്കും കിട്ടും. അപ്പോൾ സ്റ്റാഫുകൾ കൂടുതൽ റിവ്യൂസ് എടുക്കും. കൂടുതൽ റിവ്യൂസ് എടുക്കണമെങ്കിൽ അവർ ഒരു സർവീസ് കൊടുത്ത കസ്റ്റമറോട് ചോദിക്കാൻ തയ്യാറാവണം, ഒന്ന് റിവ്യൂ ചെയ്യണേ എന്ന് ചോദിക്കണമെങ്കിൽ മിനിമം അവനോടൊരു മാന്യത പുലർത്തണം, അവനോട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ചോദിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ബാക്ക് എൻഡിൽ നിന്ന് അഡ്മിൻ സ്റ്റാഫുകൾക്കോ അക്കൗണ്ട്സിലെ സ്റ്റാഫുകൾക്കോ നമുക്ക് സർവീസ് ചെയ്ത വ്യക്തിയെ സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക് എൻഡിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും കസ്റ്റമർക്ക് നേരിട്ട്. QR കോഡൊന്നും സ്കാൻ ചെയ്യാതെ തന്നെ കസ്റ്റമർക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ട് അവിടെ സ്റ്റാഫിൻ്റെ ഫോട്ടോ സഹിതം സ്ഥാപനത്തിൻ്റെ പേര് സഹിതം കാണിക്കുന്നു. അതിലും റിവ്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യാതെ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ലിങ്ക് വഴിയോ കസ്റ്റമേഴ്സിന് ആ സ്റ്റാഫിനെ റിവ്യൂ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഒരു
സ്റ്റാർ ജോബ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാം നിങ്ങളുടെ സ്ഥാപനത്തിൽ. താങ്ക് യു.